ഹലോ, എല്ലാവർക്കും മെസ്സ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഫ്താർ പാർട്ടി നടത്താൻ പറ്റുന്ന നല്ലൊരു റെസ്റ്റോറൻ്റാണ്. സ്വർഗം റെസ്റ്റോറൻറ്റ്, കുമ്പളം. ഇവിടെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിന് നല്ല ടേസ്റ്റി ഫുഡുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില്ല് ചെയ്യാൻ പറ്റിയ നല്ല ബെസ്റ്റ് പ്ലേസ് ആണിത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇഫ്താർ വിരുന്നിൽ ഇവിടെ എന്തൊക്കെയാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് ഒന്ന് കണ്ടു നോക്കാം. ആദ്യം ഇവിടുത്തെ ആംബിയൻസ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഇവരുടെ പാർക്കിംഗ് സ്പേസ് ആണ്. നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഇവിടെയുള്ളത്. വളരെ പീസ്ഫുൾ ആയിട്ട് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാനും ഒപ്പം ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ആസ്വദിക്കാനും പറ്റിയ ഒരു സ്ഥലമാണിത്. ഇത് സിയാസി റൈഡേഴ്സിന്റെ ഫാമിലി മെമ്പേഴ്സിനായിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു ഇഫ്താർ പാർട്ടിയാണ്. ഞങ്ങൾ ഏകദേശം ഒരു 100 പേരടങ്ങുന്ന ഗ്രൂപ്പായിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ പ്രീ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. ഫുഡ് എല്ലാം ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അൺലിമിറ്റഡ് ആയിരുന്നു. പിന്നെ 499 പെർ ഹെഡ് ആണ് കേട്ടോ ചാർജ് വന്നത്. ഇത് ഫസ്റ്റ് കോഴ്സായിട്ട് വന്ന ഫുഡാണ്. അവരെല്ലാം റാപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വെറൈറ്റീസൊക്കെ ആയിരുന്നു ആ ഒരു ഫസ്റ്റ് കോഴ്സിൽ വന്നത്. ഇതിപ്പോൾ എല്ലാവരും ബാങ്ക് വിളിക്കായിട്ട് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ബാങ്ക് വിളി കേട്ടു, എല്ലാവരും ഫുഡ് കഴിക്കാൻ ആരംഭിച്ചു. ഇവിടെ നിസ്കരിക്കാൻ ആവശ്യമുള്ളവർക്ക് നിസ്കരിക്കാനായിട്ടാണ് കേട്ടോ ഈ ഒരു സ്പേസ്. സിറ്റിയുടെ തിരക്കിൽ നിന്നെല്ലാം മാറി കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. ഇതിപ്പോൾ കുറച്ച് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ലൈറ്റ്സൊക്കെ കാണാൻ നല്ല ഭംഗി. ഇഫ്താറിന് മാത്രമല്ല, അല്ലാതെയും നിങ്ങൾക്ക് ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു റേറ്റിന് നല്ല ഫുഡും അതും നല്ലൊരു അറ്റ്മോസ്ഫിയറോട് കൂടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ കുറച്ച് നേരം എല്ലാവരുമായിട്ട് ഒന്ന് സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ മെയിൻ കോഴ്സിനുള്ള സമയമായി. മെയിൻ കോഴ്സിൽ ഒരുപാട് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാൽക്കപ്പ വിത്ത് ഫിഷ് കറി, അതുപോലെ തന്നെ ഇവരുടെ റെസ്റ്റോറൻറ്റ് സ്പെഷ്യലായിട്ടുള്ള സ്വർഗം ചിക്കൻ, ഗീ റൈസ്, അങ്ങനെ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അതുകൂടാതെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അത് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചെറിയ 2 സെലിബ്രേഷൻ കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു സിയാസി ഫാമിലിയിലെ 2 കുട്ടികളുടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോൾ അതെല്ലാം ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്വർഗം റെസ്റ്റോറൻറ്റിലെ ഇഫ്താർ സെലിബ്രേഷൻ ഇവിടെ തീരുകയാണ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.